എന്ന മെനുവിൽ ന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബോക്സ് വരും. അതിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. റീസെൻറ്റ്, സേവ്ഡ്, മൊബൈൽ, വെബ്, പ്രിൻ്റ്, ഫിലിം, വീഡിയോ. ഇത് ഓരോന്നും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നമുക്കിപ്പോൾ പ്രിൻ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. പ്രിൻ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും. ലെറ്റർ, A4, ലീഗൽ, ടാബ്ലോയിഡ്, അങ്ങനെ ഒരുപാട് പേപ്പർ സൈസുകൾ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് എന്താണോ ഫയൽ നെയിം അത് കൊടുക്കാം. ഇവിടെ നമുക്ക് മറ്റുള്ള സൈസുകളാണ് ഇതിലുള്ള ഇല്ലാത്ത മറ്റുള്ള സൈസാണോ വേണ്ടത്, ആ സൈസ് നമുക്ക് ഇവിടെ കൊടുക്കാം. വിഡ്ത്ത്, ഹൈറ്റ്, ഇത് സെൻറ്റിമീറ്ററിലാണോ പിക്സലിലാണോ അല്ല മില്ലിമീറ്ററിലാണോ ഏതിലേക്കാണോ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടത് അതിലേക്ക് നിങ്ങൾ ചേഞ്ച് ചെയ്യാം. ഇത് ഓറിയൻറ്റേഷനാണ്. പോർട്രേറ്റിലാണോ വേണ്ടത് ലാൻഡ്സ്കേപ്പിലാണോ വേണ്ടത് എന്നതാണ്. ഇവിടെ ആർട്ട് ബോർഡ്സ്, നമുക്ക് എത്ര പേജാണോ വേണ്ടത് ആ പേജിൻ്റെ നമ്പേഴ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് 8 പേജുള്ള ഒരു ബ്രോഷറാണോ വേണ്ടതെങ്കിൽ 8 എന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യാം. പിന്നെ ബ്ലീഡ് എന്നത് പ്രിൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് നാം പിന്നീട് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇവിടെ കളർ സെലക്ട് ചെയ്യാം. കളർ മോഡ് ഏതാണെന്ന് സെലക്ട് ചെയ്യാം. CMYK ആണോ RGB ആണോ എന്നത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ക്രിയേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു പുതിയ ഫയൽ ഓപ്പൺ ആവും. ആദ്യം നമുക്ക് സെലക്ഷൻ ടൂൾ എന്താണെന്ന് നോക്കാം. ഇതിൽ ആദ്യം കാണുന്നതാണ് സെലക്ഷൻ ടൂൾ. ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഒരു ഓബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുവാനും അതുപോലെ അത് മൂവ് ചെയ്യുവാനും വേണ്ടിയിട്ടാണ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്യുന്നത്. നമുക്കൊരു ഓബ്ജക്റ്റ് മുകളിൽ മൗസ് ക്ലിക്ക് ചെയ്താൽ ആ ഓബ്ജക്റ്റ് സെലക്ട് ആകും. അത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യുവാൻ സാധിക്കും. അതുപോലെ കൂടുതൽ ഓബ്ജക്റ്റുകളെ ഗ്രൂപ്പ് ചെയ്യുവാനും അൺഗ്രൂപ്പ് ചെയ്യുവാനും നമുക്ക് സെലക്ഷൻ ടൂൾ കൊണ്ട് സാധിക്കും. നമുക്ക് ഈ 4 ഓബ്ജക്റ്റുകൾ ഗ്രൂപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 4 ഓബ്ജക്റ്റിൻ്റെ മുകളിൽ കൂടി മൗസ് ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് മൗസിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഗ്രൂപ്പ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ 4 ഓബ്ജക്റ്റുകളും ഗ്രൂപ്പായി. ഓക്കെ, ഇത് കണ്ടോ, നിങ്ങൾക്ക് ഇത് ഒരു ക്ലിക്കിൽ തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യുവാൻ സാധിക്കും. ഈ 4 ഓബ്ജക്റ്റുകളും ഇനി ഈ ഒബ്ജക്റ്റിൻ്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ഇത് ഐസോലേറ്റഡ് ഓബ്ജക്റ്റിലേക്ക് മാറി. അപ്പോൾ നമുക്ക് ഗ്രൂപ്പായ ഈ ഓബ്ജക്റ്റുകളിൽ ഓരോന്നും എങ്ങോട്ട് വേണമെങ്കിലും ചേഞ്ച് ചെയ്യുവാൻ സാധിക്കും. അതും ഈ സെലക്ഷൻ ടൂൾ കൊണ്ടുള്ള ഒരു ഗുണമാണ്. ഇനി നമുക്ക് ബാക്കിലേക്ക് പോവാം. ഈ 4 ഓബ്ജക്റ്റുകളും അൺഗ്രൂപ്പ് ചെയ്യുവാൻ ഇതിൻ്റെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മൗസിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അൺഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ 4 ഓബ്ജക്റ്റുകളും അൺഗ്രൂപ്പായി. അടുത്തത് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ. ഇതാണ് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ. ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ഓബ്ജക്റ്റിൻ്റെ ഏതെങ്കിലും ഒരു നോഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ഷേപ്പിൽ ചേഞ്ച് ചെയ്യുവാൻ സാധിക്കും. ഞാൻ ഇപ്പോൾ ഈ ഓബ്ജക്റ്റിൻ്റെ ഈ നോഡിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇത് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അതിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുവാൻ സാധിക്കും. അതുപോലെ ഒരു നോഡിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ആ നോഡ് ഡിലീറ്റ് ചെയ്യുവാൻ സാധിക്കും. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഈ ഭാഗം ഡിലീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഡിലീറ്റ് ചെയ്യുവാൻ സാധിക്കും. അതുപോലെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഒരു ഷേപ്പ്, ഏതെങ്കിലും ഷേപ്സ് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. അതുപോലെ ഏതെങ്കിലും ഭാഗം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇതിവിടെ സെലക്ട് ചെയ്യുക.
ഡിലീറ്റ് കൊടുക്കുക. അങ്ങനെ ഡിലീറ്റ് ചെയ്യുക. ഇനി ഈ ഭാഗം ജോയിൻ ചെയ്യണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പിന്നെ ജോയിൻ ക്ലിക്ക് ചെയ്യുക. അതുപോലെ അഡോബ് ഇല്ലുസ്ട്രേറ്റർ CCയിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒരു റൗണ്ട് ബട്ടൺ കാണാം. നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇത് കർവാക്കാൻ സാധിക്കും. ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്താൽ ഇത് നമുക്ക് കർവ് ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും ഭാഗമാണ് കർവ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് സാധിക്കും. ഒരു ടെക്സ്റ്റാണ് കർവ് ചെയ്യണമെങ്കിൽ നമുക്ക് കർവ് ചെയ്യാൻ സാധിക്കും. ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ക്രിയേറ്റ് ഔട്ട്ലൈൻസ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ടെക്സ്റ്റ് അത് ഓബ്ജക്റ്റായി ചേഞ്ച് ആവും. ഇനി അതിനുശേഷം സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ 4 ഡോട്ട്സുകൾ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഡോട്ട്സുകൾ കാണാൻ സാധിക്കും. 1 2 3 4. അതിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. നമുക്ക് ആ ഭാഗം മാത്രം കർവ് ചെയ്യാൻ സാധിക്കും. ഈ ടെക്സ്റ്റിൽ ഡയറക്റ്റ് ടൂൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ 4 ഡോട്ട്സുകൾ കാണാൻ സാധിക്കും. അവിടെ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കർവിൻ്റെ ഒരു ലൈൻ കാണാം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എഡ്ജുകളെല്ലാം കർവായി. ഇനി നിങ്ങൾക്ക് ഒരു ഭാഗം മാത്രമേ കർവ് ചെയ്യണമെങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഒന്നിൻ്റെ മുകളിൽ മാത്രം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പതുക്കെ ഡ്രാഗ് ചെയ്യുക. ഇതൊക്കെയാണ് ഡയറക്റ്റ് സെലക്ഷൻ കൊണ്ടുള്ള ഗുണങ്ങൾ. ഇനി അടുത്തത് ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ. അടുത്തത് ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ ആണ്. ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ എന്നത് ഗ്രൂപ്പായിട്ടുള്ള ഒരു ഓബ്ജക്റ്റിനെ ഗ്രൂപ്പായിട്ടുള്ള ഒരുപാട് ഓബ്ജക്റ്റുകളെ നമുക്ക് ചേഞ്ച് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് ഓബ്ജക്റ്റുകൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ എന്നത് ഗ്രൂപ്പായിട്ടുള്ള ഒരുപാട് ഓബ്ജക്റ്റുകൾ ഗ്രൂപ്പാക്കിയാൽ അതിൽ നമുക്ക് ഓരോ ഓബ്ജക്റ്റും ചേഞ്ച് ചെയ്യുവാൻ സാധിക്കും. അതിനു വേണ്ടിയാണ് ഈ ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു ഓബ്ജക്റ്റാണ്. ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്യുക. എനിക്ക് ഓരോന്നായിട്ട്
ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ. അടുത്തത് മാജിക് വാൻഡ് ടൂൾ. മാജിക് വാൻഡ് ടൂൾ എന്നത് ഒരേ സ്വഭാവമുള്ള ഓബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് മാജിക് വാൻഡ് ടൂളുകൾ യൂസ് ചെയ്യുന്നത്. മാജിക് വാൻഡ് ടൂളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു ബോക്സ് കാണാം. അതിൽ ഫിൽ കളർ, സ്ട്രോക്ക് വെയ്റ്റ്, ഒപ്പാസിറ്റി, ബ്ലെൻഡിംഗ് മോഡ് ഇത് ഏതനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യുവാൻ സാധിക്കും. ഫിൽ കളർ എന്നത് ഒരേ കളറുകളുള്ള എല്ലാ ഓബ്ജക്റ്റുകളും ഒരു ഓബ്ജക്റ്റ് ക്ലിക്ക് ചെയ്താൽ ആ ഓബ്ജക്റ്റ് അതേ സ്വഭാവമുള്ള എല്ലാ ഓബ്ജക്റ്റുകളും സെലക്ട് ആവും. ഇപ്പോൾ ഞാൻ റെഡ് എന്ന ഓബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ റെഡ് കളേഴ്സുള്ള എല്ലാ ഓബ്ജക്റ്റുകളും സെലക്ട് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ സ്ട്രോക്ക് കളർ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരേ സ്ട്രോക്ക് കളറുകളുള്ള ഓബ്ജക്റ്റുകൾ സെലക്ട് ആവും. ഞാൻ ഈ സ്ട്രോക്ക് കളർ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ സ്ട്രോക്ക് കളറിലുള്ള എല്ലാ ഓബ്ജക്റ്റുകളും സെലക്ട് ആവുന്നത് കാണാൻ സാധിക്കും. അടുത്തത് സ്ട്രോക്ക് വെയ്റ്റ് എന്നത് ഒരേ സ്ട്രോക്ക് വെയ്റ്റിലുള്ള സ്ട്രോക്കുകൾ സെലക്ട് ചെയ്യുവാൻ വേണ്ടിയാണ്. അതിൻ്റെ പോയിന്റ് നമുക്ക് ഇവിടെ കൊടുക്കാം. പിന്നെ ഒപ്പാസിറ്റി എന്നത് ഒരേ ഒപ്പാസിറ്റിയിലുള്ള ഓബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യുവാൻ വേണ്ടി. ബ്ലെൻഡിംഗ് മോഡ് അതുപോലെ തന്നെ ഒരേ ബ്ലെൻഡിംഗ് മോഡിലുള്ള ഓബ്ജക്റ്റുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് മാജിക് വാൻഡ് ടൂൾ യൂസ് ചെയ്യുന്നത്.